ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ കൂർക്ക മെഴുക്കുവരട്ടിയുമായിട്ടാണ്. നമുക്ക് പലർക്കും കൂർക്ക ഇഷ്ടമായിരിക്കും, പക്ഷേ അതിൻ്റെ ആ ഒരു ക്ലീനിങ് ആണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കയ്യിൽ കറയൊക്കെ പറ്റും, പിന്നെ കുറേ സമയമെടുക്കും. അപ്പം നമുക്ക് കയ്യിൽ കറ പറ്റാതെ എങ്ങനെ ഇത് ക്ലീൻ ചെയ്തെടുക്കാം അതിനുള്ള ഒരു ഐഡിയയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കൂർക്കയുടെ മണ്ണൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ പല വീഡിയോസിലും കണ്ടു ഇങ്ങനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്ന ആ ഒരു ഐഡിയക്ക്. ഇപ്പം ഒരുപാട് പേർക്ക് അത് അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കറയൊന്നും പറ്റില്ല, പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷേ ആ മെത്തേഡിൽ പലരും കമൻറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ആ ഒരു ഗുണമൊക്കെ പോവില്ല, വെള്ളത്തിൽ കൂടെ അതിൻ്റെ പോലെ, പിന്നെ അതിൻ്റെ ആ ഒരു രുചിക്കൊക്കെ വ്യത്യാസം ഉണ്ടാകും, അങ്ങനെയൊക്കെ ഒരുപാട് കമൻസൊക്കെ കണ്ടു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നി, നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് നോക്കാം എങ്ങനെയുണ്ട്. അപ്പം ഇത് എൻ്റെയും ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊരു 20-25 മിനിറ്റ് ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് അതിൻ്റെ ആ തൊലിയൊക്കെ നമുക്ക് അത്യാവശ്യം പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ടൈം ഇപ്പോൾ എനിക്ക് മനസ്സിലായത്, 20-25 മിനിറ്റ് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഓരോ കൂർക്കയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് സാധാരണ പച്ചവെള്ളത്തിലേക്ക് ഇട്ടൊന്ന് വേറൊരു പാത്രത്തിൽ വെക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് അതിൻ്റെ ആ തൊലി ഒന്ന് ഇളക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരുമ്മിയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് ഇളകി വരുന്നുണ്ട്. അപ്പം ചില ഷേപ്പിലിങ്ങനെ ഇരിക്കുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു ഷേപ്പിലുള്ളതൊക്കെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ ഇളകി വരുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നമുക്ക് കത്തി കൊണ്ടൊന്ന് ചുരുണ്ടി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഇളകി വരും. പക്ഷേ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ നമ്മുടെ കയ്യിൽ കറ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ടൈമൊക്കെ എനിക്ക് തോന്നുന്നു ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ഏകദേശം ഒരുപോലൊക്കെ തന്നെയുള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും നേരം സ്റ്റീം ചെയ്തെടുക്കണം, അതൊക്കെ ഉണ്ട്. സമയം ലാഭം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കത്ര ലാഭമായിട്ട് തോന്നുന്നില്ല. പക്ഷേ എന്നാലും നമ്മുടെ ആ ഒരു കയ്യിൽ കറ പറ്റാത്തതും അധികം മെസ്സി ആയിട്ട് ഇരിക്കുന്നില്ല. നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ, കത്തി വെച്ചും ഒക്കെ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു നാര് പോലൊക്കെ ഉള്ളിടം ഒന്ന് നമുക്ക് കത്തിയൊക്കെ വെച്ച് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒട്ടും സമയമില്ലാത്തവർക്ക് കുക്കറിൽ തന്നെ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. അതാകുമ്പോൾ ഒരു 2 വിസിലൊക്കെ തന്നെ റെഡിയായി കിട്ടും. അതല്ല സമയമുള്ളവർക്ക് ഇങ്ങനെ തലേദിവസമൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിലും നമുക്ക് അങ്ങനെ സമയം ലാഭിക്കാം കേട്ടോ. തലേദിവസം നമ്മളിതൊക്കെ ഒന്ന് റെഡിയാക്കി, അല്ലെ നേരത്തെ സമയമുള്ളപ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്കെടുത്ത് മെഴുക്ക് വരട്ടിയാൽ മതിയല്ലോ. അപ്പോൾ കയ്യിൽ കറയൊന്നും പറ്റാതെ ഞാനിത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ഇട്ട് ഉപ്പൊക്കെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ പകുതി വെന്താണ് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബാക്കി കൂടെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കാഞ്ഞത് കൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇതിൽ 2 പച്ചമുളകും ഇട്ടു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ വെള്ളം അത്യാവശ്യം വറ്റിയിട്ടുണ്ട്, കൂർക്കയും വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുള്ള ഒരു വെള്ളവും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ വെള്ളമയമൊക്കെ നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ ഞാനിങ്ങനെ എല്ലാ സൈഡിലേക്കും കൂർക്കയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നടുക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേനും ഇതിലേക്ക് ഇട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ഇങ്ങനെ മുരിച്ചെടുക്കുക. അത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മെഴുക്ക് വരട്ടി എടുക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്തെടുക്കാറ്, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ പലരും വറ്റൽമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ട് വഴറ്റി അങ്ങനെയൊക്കെ മെഴുക്ക് വരട്ടാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് തൊട്ടേ ഈ ഒരു മെത്തേഡിലാണ് കൂർക്ക ചെയ്യാറുള്ളത്. ഇത് വളരെ സിമ്പിൾ ആൻഡ് നല്ലൊരു ടേസ്റ്റുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് നമുക്ക് ഉണക്കിയെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ കൂർക്ക മെഴുക്ക് വരട്ടി റെഡിയായി കഴിഞ്ഞു. ഇത് വെള്ളപ്പുളിശ്ശേരിയുടെ കൂടെയൊക്കെ ഒരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ വെള്ളപ്പുളിശ്ശേരിയുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം, അതൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു മെഴുക്ക് വരട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇതിൻ്റെ ആ ഒരു ക്ലീനിങ് മെത്തേഡും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.